സോണി ലിവിലൂടെ പുതിയൊരു വെബ് സീരീസ് വന്നിട്ടുണ്ട് ബൃന്ദ. ഇതൊരു തെലുങ്ക് വെബ് സീരീസ് ആണ്. നമ്മുടെ തൃഷ പ്രധാന വേഷത്തിലെത്തുന്ന സീരീസാണ്. ഐ തിങ്ക് തൃഷയുടെ ആദ്യത്തെ സീരീസ് ഡെബ്യൂ കൂടിയാണ്. ആൻഡ് ഇറ്റ്സ് എ വെരി ഗുഡ് സീരീസ്. നല്ല കഥയുണ്ട് ഇതിന്. നല്ല പ്രോപ്പറായി എൻഗേജിങ് ആയിട്ടുള്ള സ്ക്രീൻ പ്ലേ ഉണ്ട്. സോ തുടങ്ങുന്നത് നമ്മൾ സാധാരണ വിചാരിച്ചൊരു നോർമൽ കാറ്റ് ആൻഡ് മൗസ് പോലീസ് ഇൻവെസ്റ്റിഗേഷൻ മോഡിലുള്ള ഒരു സാധനമാണ്. നമ്മൾ കുറേ ഇങ്ങനത്തെ കണ്ടിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ സ്ഥിരം കാണുന്ന ഒരു സാധാരണ സീരീസ് ആണെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇതിൻ്റെ എപ്പിസോഡ് ഇങ്ങനെ പ്രോഗ്രസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ കഥ കുറച്ചും കൂടി എക്സ്പാൻഡ് ആവും. നമ്മൾ വിചാരിച്ചതിൽ നിന്നും കൂടുതൽ എന്തൊക്കെയോ കുറേ സാധനങ്ങൾ ഇതിൽ പറയാനുണ്ട് എന്നുള്ള രീതിയിലേക്ക് എത്തുമ്പോൾ ഭയങ്കര എൻഗേജിങ് ആയിട്ട് തോന്നുന്നുണ്ട് ഈ സീരീസ്. സോ അതുകൊണ്ട് എനിക്ക് ഈ സീരീസ് ഇഷ്ടമായി. കാരണം ആ സ്റ്റോറി എക്സ്പാൻഷൻ അടിപൊളിയായിട്ടുണ്ട്. നല്ല ഡെപ്തുള്ള ഒരു സ്റ്റോറി ഉണ്ടായിരുന്നു. ആ സ്റ്റോറി ഇല്ലെങ്കിൽ ഇതിങ്ങനെ വലിച്ചു നീട്ടി കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം നമ്മൾ കണ്ട് ശീലിച്ചിട്ടുള്ള സാധനങ്ങളുടെ ഒരു സാച്ചുറേറ്റഡ് മോഡിലേക്ക് നമ്മൾ എത്തും. സാധാരണ ഒരു നോർമൽ സീരിയൽ കില്ലർ അദ്ദേഹത്തെ അന്വേഷിച്ച് പോകുന്ന ഒരു വഴിക്ക് നടത്തുന്ന വലിയ ടേൺ ഓഫ് ഇവൻറ്റ്സ് അതെങ്ങനെയാണ് വലിയ കുറേ കാര്യങ്ങളിലേക്ക് അൺറിവീൽ ചെയ്ത് പോകുന്നത് എന്നാണ് ഈ സീരീസ് കാണിക്കുന്നത്. ആൻഡ് നോർമൽ ഇത്തരത്തിലുള്ള സീരീസുകളെ പോലെ തന്നെ ഓരോ ക്യാരക്ടേഴ്സിൻ്റെ പേഴ്സണൽ കാര്യങ്ങളും ഇതിൽ കാണിക്കുന്നുണ്ട്. പക്ഷേ ഈ കേസിനോടൊപ്പം ഈ ഒരു ബൃന്ദ എന്നൊരു ക്യാരക്ടറിൻ്റെ പേഴ്സണൽ ലൈഫ് എങ്ങനെ ടൈപ്പ് ചെയ്ത് വരുന്നതെന്ന് നന്നായിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. അല്ലാണ്ട് അത് വേറൊരു പ്ലോട്ട് ലൈൻ ഇത് വേറൊരു പ്ലോട്ട് ലൈൻ എന്ന രീതിയിൽ സെപ്പറേറ്റ് ആയിട്ട് പോകുന്നില്ല. സോ കാണുന്ന ഓഡിയൻസിന് കാണുന്ന ഒരു സീക്വൻസും വേസ്റ്റായി പോകാതെ എല്ലാം ഒന്നിനോട് സ്റ്റിച്ച് ചെയ്ത് വെച്ച് നല്ല പ്രോപ്പർലി പ്ലേസ് ചെയ്തിട്ടുള്ളൊരു സീരീസ് ആയിട്ട് എനിക്ക് തോന്നി. ആൻഡ് കാസ്റ്റും അടിപൊളിയാണ്. നമ്മൾ സിനിമയിലും സീരീസുകളിലൊക്കെ കാണുന്ന പ്രത്യേകിച്ച് നമുക്ക് പരിചയമുള്ള ഒരുപാട് മുഖങ്ങൾ നമുക്കിതിലുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പുതുമ നമുക്കൊന്നും ഫീൽ ചെയ്യില്ല. പ്രത്യേകിച്ച് തൃഷ പോലെയുള്ള വലിയൊരു ആക്ട്രസ് വരുമ്പോൾ ആ ആക്ട്രസിന് കൊടുക്കേണ്ട സ്പേസ് അതൊക്കെ സീരീസിൽ പ്രോപ്പറായിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇതുവരെ കാണാത്ത രീതിയിലുള്ള വേറെ ലെവൽ സാധനം എന്നൊന്നുമില്ല. ഈ ഒരു പാറ്റേൺ അല്ലെങ്കിൽ ഈ ഒരു ജോണറിൽ കുറേ സാധനങ്ങൾ സാച്ചുറേറ്റഡ് ആണ്. സോ കുറച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പോയിന്റ് കഴിഞ്ഞാൽ നമുക്ക് പ്രഡിക്റ്റബിൾ ആയിട്ട് വരും പല കാര്യങ്ങളും. പക്ഷെ ഈവൻ ദോ അത് കണ്ടിരിക്കാൻ നല്ല രസമുണ്ട് എന്നാണ് എനിക്ക് ഈ സീരീസ് കണ്ടപ്പോൾ തോന്നിയത്. സോ ഇറ്റ്സ് എ വർത്ത് വാച്ചിങ് സീരീസ്. വെറും 8 എപ്പിസോഡുകൾ മാത്രമേ ഉള്ളൂ. അനാവശ്യ വലിപ്പികളൊന്നുമില്ല. സോ നന്നായിട്ട് എഡിറ്റ് ചെയ്താൽ നന്നായിട്ട് പ്രോപ്പർലി പാക്ക് ചെയ്തിട്ടുള്ള ഓരോ എപ്പിസോഡുകളും ഒരു 40-50 മിനിറ്റാണ് മാക്സിമം റൺ ടൈം ഉള്ളത്. വേണമെങ്കിൽ ഇവർക്ക് ഇത് വലിച്ചു നീട്ടി കുറേ കൂടി എപ്പിസോഡുകൾ ഇങ്ങനെ കൊണ്ടുപോയിരുന്നു. അതിന് അടുത്ത സീസണിലേക്ക് വേണ്ട വേറൊരു ക്ലിഫ് ഹാങ്ങർ വെച്ചിട്ടൊക്കെ നിർത്തായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നുമില്ല. ഒരു കഥ അത് തുടങ്ങി പ്രോപ്പറായിട്ട് അവസാനിപ്പിച്ചു. 8 എപ്പിസോഡ് സോണി ലിവിലുണ്ട്, കണ്ടുവെക്കുക. പ്രത്യേകിച്ച് ഒരു മർഡർ മിസ്റ്ററി പോലെയുള്ള ഇൻവെസ്റ്റിഗേറ്റീവ് മോഡിലുള്ള സീരീസുകളും ക്രൈം ത്രില്ലർ സീരീസുകളൊക്കെ ഇഷ്ടപ്പെട്ട് കാണുന്നവർക്ക് തീർച്ചയായിട്ടും കാണാൻ പറ്റുന്നൊരു സീരീസാണ് ബൃന്ദെന്ന് എനിക്ക് തോന്നി. സോ ഓൾറെഡി ഈ ഒരു സീരീസ് നിങ്ങൾ കണ്ടവരുണ്ടെങ്കിൽ സീരീസിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം.